ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അപകടം ഉണ്ടായി. അതിൽ ഏകദേശം 242 പേര്. ഈ അലേർട്ടുകൾ പ്രഖ്യാപിക്കുമല്ലോ, ഇപ്പൊ റെഡ് അലേർട്ട്, യെല്ലോ അലേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് എത്ര തരമുണ്ട്, എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ കേരളം സോൺ 3 ഒരു സംസ്ഥാനമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ആക്സിഡന്റ് ആൻഡ് ഡിസാസ്റ്റർ എന്നുള്ളത്. വാർണിംഗ് കൊണ്ട് കാര്യമില്ല. വാർണിംഗിൽ നമുക്ക് എന്താണ് ആക്ഷൻ എടുക്കേണ്ടത് എന്നുള്ളതാണ് അതിന്റെ പ്രധാനം. സോ എല്ലാത്തിനും ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മിന്നലടിച്ച ഒരു വ്യക്തിക്ക്, പാമ്പ് കടിച്ച ഒരു വ്യക്തിക്ക്, നമ്മൾ സാധാരണ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ളവരെയൊക്കെ നമ്മളിങ്ങനെ കളിയാക്കിയൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ ശരിക്കുള്ളൊരു ദുരന്തം, ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഈ റീസെൻ്റായിട്ട് നമ്മൾ ചൂരൽമലയിലും ഒക്കെ കണ്ടതാണ്. അതേപോലെ പല ദുരന്തങ്ങൾ നമ്മുടെ നാടിനെ നടക്കുന്ന, പ്രകൃതിയാലുള്ളത് അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ളത്. അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഈ പോഡ്കാസ്റ്റിലുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ ജോർജ് എന്നാണ്. അദ്ദേഹം കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിലും UNDP-യിലും യൂണിസെഫിലും ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള, അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള, ഡിസാസ്റ്ററിനെ പറ്റിയിട്ടും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടും പറഞ്ഞു തരാൻ നമ്മളുടെ മുന്നിലുള്ള ഒരു സ്പെഷ്യലിസ്റ്റാണ്. നമസ്കാരം സാർ. താങ്ക് യു വരുൺ. സാർ എങ്ങനെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത്? നേരത്തെ വരുൺ പറയുകയുണ്ടായി, ദുരന്തം എന്നുള്ള വാക്ക്, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മൾ പൊതുവിൽ വളരെ എന്താ പറയുന്നത്, ഇൻഫോർമലായിട്ടൊക്കെ കളിയാക്കിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ദുരന്തം എന്നുള്ള വാക്ക്. എന്നാൽ തീർച്ചയായിട്ടും ദുരന്തം അല്ലെങ്കിൽ ഡിസാസ്റ്റർ എന്നതിന് ഒരു പ്രത്യേകമായിട്ടുള്ള നിർവചനം തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ശരിയായ നിർവചനം നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 ഉള്ള നിർവചനമാണ്. നിർവചനത്തിലേക്കൊന്നും നമുക്ക് പോകണമെന്നില്ല. എന്നാൽ ഈ ഡിസാസ്റ്റർ എന്നുള്ള വാക്ക് തന്നെ നമ്മൾ നോക്കുമ്പോൾ ലാറ്റിൻ ഭാഷയിൽ നിന്നാണിത് വന്നത്. ഡിസ്ആസ്റ്റർ, നമുക്കറിയാം ഇംഗ്ലീഷിൽ പ്രിഫിക്സ് ഡിസ് വന്നാൽ ഡിസ്അഡ്വാൻറ്റേജ്, ഡിസ്ക്വാളിഫിക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള ഡിസപ്രൂവൽ എന്നൊക്കെ പറയുന്ന പല വാക്ക് പ്രിഫിക്സ് DIS വരുമ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് കൊണോട്ടേഷനാണ് ഭാഷയിൽ അല്ലെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥത്തിൽ വരുന്നത്. അതുപോലെ തന്നെയാണ് ഡിസാസ്റ്റർ, ഒരു ബാഡ് സ്റ്റാർ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദുരന്തം എന്നതിനൊരു നിർവചനമുണ്ട് എന്ന് മാത്രമല്ല, എന്താണ് ദുരന്തം എന്നതിനും നിർവചനങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ദുരന്തങ്ങളായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് ഇന്ത്യയിൽ അതിനൊരു പട്ടിക തന്നെയുണ്ട്. ഓക്കെ. വരുൺ നേരത്തെ പറഞ്ഞ പോലെ വയനാടുണ്ടായ ലാൻഡ് സ്ലൈഡ് ദുരന്തം, ഉരുൾപൊട്ടൽ, അതൊരു ദുരന്തമായിട്ട് കണക്കാക്കിയിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ ദേശീയ തലത്തിൽ നമുക്ക് 12 കൂട്ടം കാര്യങ്ങളെ ദുരന്തങ്ങളായിട്ട് കണക്കാക്കിയിട്ടുള്ള ഒരു പട്ടിക തന്നെയുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ ദുരന്തം എന്ന് വിളിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ മരണപ്പെടുന്ന ഒരു അപകടം എന്നുള്ളത് വാഹനാപകടമാണ്. പല അപകടങ്ങൾ, ഷോക്കടിച്ച് മരിക്കുന്നു, അല്ലെങ്കിൽ പാമ്പ് കടിച്ച് മരിക്കുന്നു, അങ്ങനെ പല അപകടങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങൾ ഒക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. എന്നാൽ അതിനെ നമ്മൾ ദുരന്തമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാഹനാപകടം ഒരു തീർച്ചയായിട്ടും ആ കുടുംബത്തിന് ഒരു പക്ഷെ ഒരു ദുരന്തം ആയിട്ട് തന്നെയാണ് ഭവിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ടെക്നിക്കൽ ഡെഫിനിഷനിലെ ദുരന്തം ആയിട്ട് കണക്കാക്കപ്പെടുന്നില്ല. അതിനൊരു അപകടം എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതായിരുന്നു സാർ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം. ഈ അപകടത്തെയും ഡിസാസ്റ്ററെയും നമ്മൾ എങ്ങനെയാണ് വേർതിരിക്കുന്നത്? അതെ, നല്ലൊരു ചോദ്യമാണ് അത്. കാരണം എല്ലാവർക്കും ഒരു സംശയമുള്ള ഒരു ഏരിയയാണ് അത്. എന്താണ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്സിഡന്റ് ആൻഡ് ഡിസാസ്റ്റർ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാഹനാപകടം ഒരു ഉദാഹരണത്തിൽ തുടങ്ങിയാൽ, അപ്പോൾ ഈ വാഹനാപകടം പല കാരണങ്ങളാൽ വരുന്നതാണ്. അമിത വേഗമാകാം, അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആയിരിക്കാം, അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ ഓടിക്കുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാൽ വാഹന അപകടങ്ങൾ ഉണ്ടാവുന്നു. അതുമൂലം ആളുകൾക്ക് ജീവഹാനി വരെ ഭവിക്കുന്നു. ഓക്കെ. ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഏകദേശം 4000-ലധികം പേരാണ് ഓരോ വർഷവും വാഹനാപകടങ്ങളിൽ, റോഡുകളിൽ ജീവൻ പൊലിയുന്നത്. ദേശീയ തലത്തിലും വലിയൊരു സംഖ്യയാണ്, വലിയൊരു നമ്പറാണ്. എനിക്ക് തോന്നുന്നു ശരാശരി എവറി ഡേ, ഓരോ ദിവസവും ഏകദേശം 400-ലധികം പേര് മരണപ്പെടുന്നു എന്നുള്ളൊരു കണക്ക് ഈ അടുത്ത് ഞാൻ വായിച്ചത്. അപ്പോൾ അത്രയധികം ആളുകളാണ് മരണപ്പെടുന്നത്. അത് വ്യക്തിപരമായിട്ടുള്ള
സുരക്ഷാ വീഴ്ച മൂലം ഉണ്ടാവുന്ന ഒരു കാര്യം ആണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. അല്ലാതെയും ഒരു ചെറിയൊരു ശതമാനം അല്ലാതെയും ഉണ്ടാവാം. ഇപ്പൊ നടന്നു പോകുമ്പോൾ വാഹനം വന്ന് ഇടിക്കുന്നത് നമ്മുടെ തെറ്റല്ല എന്നുള്ള രീതിയിലൊക്കെ. എന്നിരുന്നാലും ആ ഇടിച്ച വാഹനത്തിന്റെ തെറ്റാണത്, അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സുരക്ഷ, വാഹനം ഓടിക്കുന്ന ആളുടെയോ അല്ലെങ്കിൽ നടന്നു പോകുന്ന ആളുടെയോ സുരക്ഷ വീഴ്ച ഉള്ളത് കൊണ്ടാണ്, ശരിയായിട്ടുള്ള രീതിയിൽ ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്യുക, അങ്ങനെയൊക്കെ. എന്നാൽ ദുരന്തങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല. അത് ഉദാഹരണത്തിന് ചുഴലിക്കാറ്റ് ഒരു മനുഷ്യന്റെ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്നതല്ല, അല്ലെങ്കിൽ ശക്തമായ മഴ, അതൊക്കെ മനുഷ്യന്റെ സുരക്ഷ കാരണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന പോലെ അല്ല ഇത്, അല്ലേ? അപ്പൊ എനിക്കുള്ളൊരു സംശയം ഇതാണ്, ഈ മനുഷ്യനിർമ്മിത ഹസാർഡ്സ് ഉണ്ടല്ലോ, അതായത് ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, മാൻമെയ്ഡും പ്രകൃതിയാ ഉണ്ടാവുന്നത്, നാച്ചുറൽ എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെയാ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ചില കാര്യങ്ങൾ പ്രകൃതിയാൽ ഉണ്ടാവുന്ന മഴ, ചുഴലിക്കാറ്റ്, അല്ലെങ്കിൽ ഭൂകമ്പം, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ പറയുന്നു. പ്രധാനമായിട്ട് 2 ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് നമ്മൾ പൊതുവിൽ പറയും. ആന്ത്രോപോജനിക് അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ളതും പ്രകൃതിയാൽ ഉണ്ടാവുന്ന ആക്സിഡൻസ്. ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഹമ്മദാബാദിൽ ഒരു ഫ്ലൈറ്റ് ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അപകടം ഉണ്ടായി. അതിൽ ഏകദേശം 242 പേര് ഉണ്ടായിരുന്നു. അതിൽ എത്ര പേര് രക്ഷപ്പെട്ടു എന്നുള്ളത് ഇനിയും അറിയാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ്. എന്തുകൊണ്ടാണ് അത് മനുഷ്യനിർമ്മിതമാവുന്നത്? കാരണം ഒരു വിമാനം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരു മനുഷ്യനാണ് അതിനെ നിയന്ത്രിക്കുന്നത്, അതിലുള്ളവരൊക്കെ മനുഷ്യരാണ്. അപ്പോൾ മേ ബി ടെക്നിക്കൽ ഫോൾട്ട് കാരണമായിരിക്കാം, എന്താ കാരണം എന്ന് നമുക്ക് അറിയാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാവുന്നു. അല്ലെങ്കിൽ പുറ്റിങ്ങൽ പോലെയുള്ള വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ 2 കപ്പലുകൾ കേരള തീരത്ത് വിവിധങ്ങളായിട്ടുള്ള 2 തരത്തിലുള്ള അപകടങ്ങൾ. ഒരെണ്ണത്തിൽ വലിയൊരു തീയാണ്, അതിപ്പോഴും അണയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. മറ്റേ കപ്പൽ മുങ്ങി, അത് മൂലമുണ്ടാകുന്ന മറ്റ് വിഷയങ്ങളാണ്. അപ്പോൾ അത് മനുഷ്യനാൽ ഉണ്ടാവുന്നു, വിവിധ കാരണങ്ങളല്ല, അതിലേക്ക് നമ്മൾ കിടക്കണമെന്നില്ല, പക്ഷെ വിവിധ കാരണങ്ങളാൽ അത് ഉണ്ടാവുന്നു, അതുമൂലം മനുഷ്യനെ തന്നെ ബാധിക്കുന്നു. അപ്പൊ അത് ഇറ്റ്സ് ലൈക്ക് ഹ്യൂമൻ മെയ്ഡ് അല്ലെങ്കിൽ ആന്ത്രോപോജനിക് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയും. മറ്റേത് നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതി പ്രതിഭാസങ്ങളാൽ കാലാവസ്ഥ വ്യതിയാനം മൂലമൊക്കെ ഉണ്ടാവുന്ന ദുരന്തങ്ങൾ. പ്രകൃതിക്കും മുകളിലുള്ള ഒരു അധികാരം ഇല്ല. പക്ഷെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഈ അപകടങ്ങൾ ഒഴിവാക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് മറ്റൊരു പെർസ്പെക്റ്റീവില് നാച്ചുറൽ ഹസാർഡ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്നുള്ളത് ഇല്ല എന്നാണ് ഇപ്പോഴത്തെ ഈ പ്രാക്ടീഷണേഴ്സ് ഒക്കെ ആർഗ്യൂ ചെയ്യുന്നത്. ദർ ഇസ് നത്തിങ് നോൺ ആസ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഹസാർഡ്, ഡിസാസ്റ്റർ ഇതെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ പൊതുവിൽ ദുരന്തം എന്ന് മലയാളത്തിൽ പറയുമെങ്കിലും ഇംഗ്ലീഷിൽ അതിന് ഹസാർഡ് എന്നും ഡിസാസ്റ്റർ എന്നും രണ്ടിനും ടെക്നിക്കലി ഡിഫറെന്റ് ആണ്. അപ്പോൾ മനുഷ്യന്റെ ഇടപെടൽ മൂലം ഒരു ഹസാർഡ് ഡിസാസ്റ്റർ ആയിട്ട് മാറുന്നു, പരിണമിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ കെട്ടിട നിർമ്മാണ മേഖലയിൽ നല്ല രീതിയിലുള്ള കെട്ടിടങ്ങൾ, സുരക്ഷിതമായിട്ടുള്ള കെട്ടിടങ്ങൾ ഇല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ കേരളം സോൺ 3 ഒരു സംസ്ഥാനമാണ്. അപ്പോൾ എർത്ത് ക്വേക്ക് സോണേഷൻ നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ. 4 സോൺസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, 2, 3, 4 and 5. ഇപ്പൊ ആൻഡമാൻ പോലെയുള്ള സ്ഥലത്ത് സോൺ 5 ആണ്. ഓക്കെ, അതായത് ഭൂകമ്പ സാധ്യത കൂടുതലുള്ള മേഖലയാണ് സോൺ 5. അത് ആൻഡമാൻസ്, അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്, സംസ്ഥാനങ്ങൾ. കേരളം സോൺ 3 നമുക്കും അത്യാവശ്യം എർത്ത് ക്വേക്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇപ്പോൾ ആൻഡമാൻ പോലെയുള്ള സ്ഥലത്ത് കെട്ടിട നിർമ്മാണ സമയത്ത് എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചില്ലെങ്കിൽ എന്തുണ്ടാവും? അവിടെ അപകട സാധ്യത കൂടുതലാണ്. അപ്പൊ നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു കെട്ടിടമാണെങ്കിൽ എന്താണ്, നമുക്ക് അപകടം സാധ്യത കുറയ്ക്കാൻ പറ്റും, മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മനുഷ്യനിർമ്മിതം എന്ന് പറയുമ്പോൾ മനുഷ്യനെ അത് മനസ്സിലാക്കി ആ രീതിയിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചില്ലെങ്കിൽ അപകട സാധ്യത വർദ്ധിക്കുന്നു. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒന്നില്ല എന്നാണ് ഇപ്പോഴും നമ്മൾ വാദിക്കുന്നത്. നാച്ചുറൽ ഹസാർഡ്സ് ഉണ്ട്, മഴ ഉണ്ട്, ചുഴലിക്കാറ്റുണ്ട്, ഭൂകമ്പങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയുള്ളതിൽ
പ്രകൃതി ശക്തി അങ്ങനെ കാര്യങ്ങൾ പ്രതിഭാസങ്ങൾ ഉണ്ടാവും. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം തീർച്ചയായിട്ടും അതിന് നമുക്കൊരു എന്താ പറയുന്നത് മാനേജ് ചെയ്യാൻ നമുക്ക് ഇതെല്ലാം ഉണ്ടാവും. ഇല്ല ഹസാർഡ്സ് വി കനോട്ട് സ്റ്റോപ്പ് ഹസാർഡ്സ് ബട്ട് വി ക്യാൻ ഡെഫിനറ്റ്ലി സ്റ്റോപ്പ് ഡിസാസ്റ്റേഴ്സ്. അതായത് ഈ ഹസാർഡ്സ് ഉണ്ടാകുന്നത് അതിന്റെ തീവ്രത വർദ്ധിക്കുന്നതിന്റെ കാരണം മനുഷ്യരാണ് എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇത് ചോദിക്കുമ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ ഏതൊക്കെ ഇപ്പം ഗവൺമെന്റ് മിഷനറീസ് ഉണ്ട്, NDMA ഉണ്ട്, അതിന്റെ അണ്ടറിലൊരു സേന തന്നെ NDRF സേന വരുന്നുണ്ട്, അതിന് തന്നെ സ്റ്റേറ്റ് വിങ്ങുകളുണ്ട് അല്ലെ. ഇതെങ്ങനെയാണ് ഈ ഗവൺമെന്റിൽ തന്നെ ഏതെല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ഇതിനുള്ളിലേക്ക് വരുന്നത്? അപ്പൊ അവരും ചോദിച്ച പോലെ നമുക്ക് NDMA ഉണ്ട്, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി. അപ്പൊ നമുക്ക് ഇപ്പൊ നിലവിൽ ഭാരതത്തിൽ ഒരു ത്രിതല സംവിധാനമാണ് നിലവിലുള്ളത്. അപ്പൊ അതിൽ ദേശീയ തലത്തില്, സംസ്ഥാന തലത്തില്, ജില്ലാ തലത്തിൽ, അങ്ങനെ 3 തലങ്ങളിലായിട്ടാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റികൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ദേശീയ തലത്തിൽ ഇത് നിലവിൽ വന്നത് ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരമാണ് നിലവിൽ വന്നത്. അപ്പൊ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഡൽഹിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ അതോറിറ്റിയാണ്. അതിന്റെ ചെയർപേഴ്സൺ എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ്. ഓക്കെ, സംസ്ഥാന തലത്തിൽ വരുമ്പോൾ അതിന്റെ ചെയർപേഴ്സൺ എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അതുപോലെ ജില്ലാ തലത്തിൽ വരുമ്പോൾ അത് കളക്ടറാണ്. കളക്ടറും പിന്നെ സഹ അധ്യക്ഷൻ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സംവിധാനം വന്നിരിക്കുന്നത്. ഇപ്പോൾ ദുരന്ത നിവാരണ നിയമത്തിന്റെ ഒരു അമെൻമെന്റ് ഈ അടുക്ക് ഉണ്ടായി. അപ്പൊ അതിൻ പ്രകാരം ഇനി ഫർദർ അർബൻ അതോറിറ്റീസും കൂടി, അർബൻ ലോക്കൽ ബോഡി അതോറിറ്റീസും കൂടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ 6 കോർപ്പറേഷനിലുള്ള 6 അതോറിറ്റി, അർബൻ അതോറിറ്റീസ് കൂടി വരും. കാരണം നമുക്കറിയാം ആഗോളതലത്തിൽ തന്നെ നഗരങ്ങളിൽ, നഗര കേന്ദ്രീകൃതമായിട്ടുള്ള അനവധി ദുരന്തങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് പ്രത്യേകിച്ച് വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ ഹീറ്റ്, ചൂട് കാരണമുള്ള ഹീറ്റ് വേവ് പോലെയുള്ള വിഷയങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ദുരന്തങ്ങൾ സിറ്റീസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇനിയുള്ള സമയത്ത് കൂടാൻ സാധ്യതയുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ മാനേജ് ചെയ്യാനായിട്ടുള്ളതാണ് അർബൻ. ഈ സംവിധാനത്തില് എന്റെ ഒരു അറിവ് വെച്ചിട്ട് 10 അംഗ ഘടനയാണ് വന്നേക്കുന്നത്. 10 പേരാണ് ഇൻക്ലൂഡിങ് ചെയർപേഴ്സൺ. അത് തന്നെയാണ് സ്റ്റേറ്റിലും വരുമ്പോഴും ഡിസ്ട്രിക്റ്റിലേക്ക് വരുമ്പോഴും അതേപോലെ തന്നെയാണോ? ഇതിൽ ആരൊക്കെയാണ് വരുന്നത് ശരിക്കും? ഓക്കെ, അപ്പൊ അതിന് കമ്പോസിഷൻ ആക്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ജനപ്രതിനിധികൾ വരും, ഉദാഹരണത്തിന് മന്ത്രിമാര് വരും, പിന്നെ സെക്രട്ടറീസ് വരും. ചീഫ് സെക്രട്ടറി ആണ് അതിന്റെ CEO. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ CEO എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്. പിന്നെ അതുപോലെ ഒരു കൺവീനർ വരും. കൺവീനർ എന്നുള്ളത് റവന്യൂ സെക്രട്ടറിയാണ്. അങ്ങനെ കുറച്ച് മെമ്പേഴ്സും എന്ന് പറഞ്ഞാൽ ഈ മെമ്പേഴ്സിൽ ഒന്ന് മുഖ്യമന്ത്രി, അതിനുശേഷം റവന്യൂ മിനിസ്റ്റർ ആണ് എന്റെ വൈസ് ചെയർപേഴ്സൺ, അതിനുശേഷം 2-3 മന്ത്രിമാര് വേറെ, സെക്രട്ടറീസ് വേറെ. അതുകൂടാതെ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് ആയിട്ട് കുറച്ച് 2-3 പേരുണ്ടാവും. അത് ഓരോ സംസ്ഥാനങ്ങളിൽ അവർക്കത് എക്സ് ഒഫീഷ്യോ പദവിയിലും കോപ്റ്റ് ചെയ്തിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അത് തന്നെയാണ് ജില്ലകളിലും. ജില്ലകളിലാവുമ്പോ PWD, പോലീസ്, അങ്ങനെയുള്ള വകുപ്പുകളിൽ നിന്നും കൂടെ ആളുകൾ, DMO, വോളണ്ടിയേഴ്സ്, അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇതൊരു ഔദ്യോഗിക സംവിധാനത്തില് ആസ് ഓഫ് നൗ എക്സ്പേർട്സിന് എടുക്കാം. SDMAക്ക് എക്സ്പേർട്സിന് എടുക്കാം. അതുപോലെ തന്നെ SDMAയുടെ കീഴിൽ അഡ്വൈസറി ബോഡീസ് ഉണ്ട്. അതും ഈ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ബോഡീസ്. അപ്പൊ ഓരോ ഉദാഹരണത്തിന് ലാൻഡ് സ്ലൈഡിന് നമുക്ക് കേരളത്തിലൊരു അഡ്വൈസറി ബോഡി ഉണ്ട്. അപ്പൊ അതില് ആളുകള് എക്സ്പേർട്സിനെ NGOസിൽ നിന്നോ അക്കാഡമിക്സിൽ നിന്നോ ഒക്കെ കോപ്റ്റ് ചെയ്തെടുത്ത് അവരുടെ സേവനം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ അത് കുഴപ്പമില്ല. ഇത് കൂടാതെ ഇപ്പൊ NGOസിന്റെ കാര്യം ചോദിച്ചതുകൊണ്ട് കേരളത്തിൽ ഒരു സംവിധാനം നമുക്കുണ്ട്. അത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തൊരു സംവിധാനം കൂടിയാണ്. എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ അത്രയും റോബസ്റ്റ് ആയിട്ടുള്ള ഒരു സംവിധാനം മറ്റ് സംസ്ഥാനങ്ങളിൽ അധികം കണ്ടിട്ടില്ല. അപ്പൊ അതിന് പറയുന്ന പേരാണ് ഇന്റർ ഏജൻസി ഗ്രൂപ്പ്. അപ്പൊ അത് കേരളത്തിലെ 18 വെള്ളപ്പൊക്കത്തിലെ 2018 വെള്ളപ്പൊക്കത്തിലാണ് അത് സ്ഥാപിച്ചെടുത്തത്. അതിനു മുമ്പും നമ്മൾ ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും 2018 ശേഷം സ്വീർ ഇന്ത്യ എന്ന് പറയുന്നൊരു നാഷണൽ കോയലേഷൻ ഉണ്ട് NGOസിന്റെ. അവര് സംസ്ഥാനത്ത് വരികയും ഇങ്ങനെ ഒരു സംവിധാനം നിലവിലുണ്ടാവുന്നത് നല്ലതാണെന്ന് പറയുകയും അങ്ങനെ നമ്മളും പറഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി
സ്ഫിയർ ഇന്ത്യ രണ്ടുപേരും ചേർന്ന് അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. എല്ലാ ജില്ലകളിലും നമുക്ക് NGOസിന്റെ ഒരു കൂട്ടായ്മയുണ്ട്. അതിന്റെ ചെയർപേഴ്സൺ എന്നുള്ളത് ജില്ലാ കളക്ടറാണ്. ഓക്കെ. അപ്പൊ കളക്ടറിന്റെ അധ്യക്ഷതയിൽ ആണ് സംവിധാനമാണ് നടക്കുന്നത്. നമുക്കിപ്പോ നിലവിൽ 200-ലധികം NGOs ഓരോ ജില്ലയിലും നോക്കിയാൽ സംസ്ഥാന തലത്തിൽ നമുക്കൊരു സ്റ്റേറ്റ് ലെവലിൽ ഒരു IAG ഉണ്ട്. അതുകൂടാതെ ജില്ലാ തലത്തിൽ IAGs ഉണ്ട്. അപ്പൊ ഒരു ദുരന്ത സമയത്ത് പ്രത്യേകിച്ചും IAGസിന്റെ സേവനം, NGOസിന്റെ സേവനം, എക്സ്പേർട്സിന്റെ സേവനം നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അത് നല്ലൊരു സംവിധാനമായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ അലേർട്ടുകൾ പ്രഖ്യാപിക്കുമല്ലോ, ഇപ്പൊ റെഡ് അലേർട്ട്, യെല്ലോ അലേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് എത്ര തരമുണ്ട്, എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓക്കെ, അപ്പൊ അലേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏർലി വാർണിംഗ് ആണ്, മുന്നറിയിപ്പ് സംവിധാനങ്ങളാണ്. അപ്പൊ മുന്നറിയിപ്പ് ഒരു പ്രധാന ഭാഗമാണ് ദുരന്ത നിവാരണം അല്ലെങ്കിൽ ദുരന്ത ലഘൂകരണത്തിലൊക്കെ. ഏർലി വാർണിംഗ് ഇസ് വെരി ക്രിട്ടിക്കൽ. കാരണം അതിനനുസരിച്ച് വേണം നമ്മൾ ഏർലി ആക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ വാർണിംഗ് കൊണ്ട് കാര്യമില്ല, വാർണിംഗിൽ നമുക്ക് എന്താണ് ആക്ഷൻ എടുക്കേണ്ടത് എന്നുള്ളതാണ് അതിന്റെ പ്രധാനം. നിലവിൽ ഇന്ത്യയിലെ സംവിധാനത്തില് പ്രധാനമായിട്ട് നമുക്ക് ഏർലി വാർണിംഗ് തരുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, IMD. IMD ആണ് പലവിധമായിട്ടുള്ള ദുരന്തങ്ങളുടെ അല്ലെങ്കിൽ കാലാവസ്ഥ നിരീക്ഷണത്തിന്റെ മുന്നറിയിപ്പുകൾ നൽകുന്നത്. ഒന്ന് മഴ, കാറ്റ്, ചുഴലിക്കാറ്റ്, ചൂട്, ഇങ്ങനെയുള്ള ഇടിമിന്നൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരുന്നത് IMD എന്ന സ്ഥാപനമാണ്. IMD മാത്രമാണ് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്നത്. അതൊരു 150-ലധികം വർഷം പഴക്കമുള്ള ഒരു സ്ഥാപനമാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. അപ്പൊ അവരാണ് അത് തരുന്നത്. രണ്ടാമത് ഇൻകോയ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അത് ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന, അതും സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവരാണ് സുനാമി 2004 സുനാമി ഉണ്ടായപ്പോൾ നമുക്കൊരു ഏർലി വാർണിംഗ് ഇല്ലായിരുന്നു ഇന്ത്യയില്. ഓക്കെ, പക്ഷെ ഇന്ന് നമുക്ക് നല്ലൊരു സംവിധാനമുണ്ട്. അപ്പൊ സുനാമിനെ കുറിച്ചും അതുപോലെ കടലിലുള്ള പ്രതിഭാസങ്ങള്, ഉയർന്ന തിരമാല, ഇതൊക്കെ പറയുന്നത് ഇൻകോയ്സ് ആണ്. ഓക്കെ, അതുപോലെ വെള്ളപ്പൊക്കത്തെ കുറിച്ച് തരുന്നത് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്, CWC. വെള്ളപ്പൊക്കം അവര് എന്താ പറയുന്ന സെൻസേഴ്സ് ഒക്കെ വെച്ച്, ഈ റിവേഴ്സിലൊക്കെ സെൻസേഴ്സ് വെച്ച് നമുക്ക് സമയാസമയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സംവിധാനം. നമുക്ക് അതുപോലെ ഡാമിന്റെ അളവുകൾ, അതും നമുക്ക് KSEB, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള ആരുടെ ഓണർഷിപ്പിലാണോ അവർ അത് നമുക്ക് നൽകും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് മുന്നറിയിപ്പുകൾ ലഭ്യമാകുന്നത്. ഇത് സംസ്ഥാനങ്ങൾക്ക് കൈമാറുകയും സംസ്ഥാനങ്ങൾ അതിന് മീതെ ആവശ്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തി അത് പൊതുജനങ്ങളിലേക്ക് ഈ മുന്നറിയിപ്പുകളെ നൽകും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നേരത്തെ ചോദിച്ച പോലെ അലേർട്സ് നമുക്ക് ലഭിക്കുന്നു. പൊതുവിൽ IMDയിൽ നിന്ന് നമുക്ക് 3 തവണകളായിട്ടാണ് ഈ മഴയുടെ മുന്നറിയിപ്പ് ലഭിക്കുന്നത്. രാവിലെ ഒരു സമയമുണ്ട്, ഉച്ചയ്ക്ക് ഒരു സമയമുണ്ട്, പിന്നെ വൈകിട്ട്. രാവിലെ ഒരു ഏകദേശം 10 മണി, ഉച്ചയ്ക്ക് 1 മണിക്ക്, വൈകിട്ട് 4 മണിക്ക്. അങ്ങനെ 3 സമയങ്ങളിലായിട്ടാണ് IMD നമുക്കിപ്പോൾ നിലവിൽ കേരളത്തിന് തരുന്നത്. അപ്പൊ അതില് മുഖ്യമായിട്ടുള്ളത് 1 മണിക്ക് വരുന്ന അലേർട്ടാണ്. അപ്പൊ അതിൽ റെഡ് അലേർട്ട് എന്ന് വന്നാൽ മനസ്സിലാക്കിക്കൊള്ളണം, ഇത് വളരെ സീരിയസ് ഗൗരവമായിട്ടുള്ള കളർ കാണിക്കുന്നത് പോലെ തന്നെ. അപ്പൊ അതില് ഓരോന്നിനും അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാൽ എത്ര mm മഴയാണ് പെയ്യേണ്ടത്. അതുപോലെ ഓറഞ്ച് അലേർട്ട്, തൊട്ട് താഴെയുള്ള ഓറഞ്ച്. ഓറഞ്ചിന് ഉദ്ദേശിക്കുന്ന ബി പ്രിപ്പയർഡ് എന്നാണ് അതിന്റെ അർത്ഥം. ഓറഞ്ച് എന്ന ഇത് വാക്ക് അല്ലെങ്കിൽ റെഡ് എന്ന് ഉദ്ദേശിച്ച ഏറ്റവും അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുവാനായിട്ട് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതിന് ഓരോന്നിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴയുടെ കണക്കുണ്ട്. ഓറഞ്ച് അലേർട്ട് ഇത്ര മഴ, അതുപോലെ തൊട്ട് താഴെയുള്ളത് യെല്ലോ അലേർട്ട്, പിന്നെ ഗ്രീൻ അലേർട്ട്, പിന്നെ ഒന്നുമില്ലെങ്കിലും വൈറ്റ്. അങ്ങനെയാണ് സാധാരണ കാണുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓറഞ്ചും റെഡും അലേർട്ട് വരുമ്പോൾ നമ്മൾ പ്രത്യേകം തയ്യാറെടുക്കേണ്ടതുണ്ട്. അത് എല്ലാവരും തയ്യാറെടുക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ തന്നെയും കേരളത്തിന്റെ പൊതുവിലുള്ള സാഹചര്യം അനുസരിച്ച് വൾണറബിൾ ലൊക്കേഷൻസിൽ താമസിക്കുന്നവർ, കുട്ടികള്, ഭിന്നശേഷിക്കാര്, വയോധികര്, അങ്ങനെയുള്ളവര് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ വീട് വിട്ട് അവർക്ക് ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വരും. തീരദേശത്ത് നമ്മള് കേരളം ഒരു പ്രത്യേക ഒരു വൾണറബിൾ ആയിട്ടുള്ളൊരു സംസ്ഥാനമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ശരിക്കും പറഞ്ഞാല് വി ആർ ഹൈലി വൾണറബിൾ. കാരണം എല്ലാ രീതിയിലും നമുക്ക് തീരപ്രദേശമുണ്ട്,
ഏകദേശം 550 കിലോമീറ്റർ, 9 ജില്ലകൾ തീരപ്രദേശത്താണ്. മലയോര മേഖലയിൽ 5 ജില്ലകളിലുണ്ട്, ചുരുങ്ങിയത്. അപ്പൊ അവിടെ ഉരുൾപൊട്ടൽ പോലെയുള്ള വെസ്റ്റേൺ ഗാട്ട്സിന്റെ വിഷയങ്ങളുണ്ട്. അതുപോലെ എന്താ പറയുക, സമപ്രദേശങ്ങളുണ്ട്, സമതല പ്രദേശങ്ങൾ, അവിടെയും ഇതെല്ലാ ദുരന്തങ്ങളും ഈ 14 ജില്ലകൾ ഏകദേശം. ഓഫ്കോഴ്സ് അതിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ചില ജില്ലകളിലേക്ക്, ആലപ്പുഴയിലൊക്കെ വെള്ളപ്പൊക്ക സാധ്യത കൂടുതലാണെന്ന് പറയാം. വയനാട് ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് കൂടുതലാണെന്ന് പറയാം. എന്നിരുന്നാൽ പോലും പൊതുവിൽ ഈ 14 ഡിസ്ട്രിക്ട്സ് ആർ ഈക്വലി അഫക്റ്റഡ് ഓർ ആർ ഈക്വലി വൾണറബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അലേർട്ട്സ് നമുക്ക് ലഭിക്കുമ്പോൾ തീരപ്രദേശത്ത് താമസിക്കുന്നവര്, മലഞ്ചെരുവുകളിൽ താമസിക്കുന്നവര്, അല്ലെങ്കിൽ ടൂറിസത്തിന് ഇവിടെ യാത്ര ചെയ്യുന്നവര്, അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഏർലി വാർണിംഗ് ഷുഡ് ലീഡ് ടു ഏർലി ആക്ഷൻ എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ. ഈ റെഡ്, ഓറഞ്ച് ഒരു അലർട്ട് വരുന്ന സമയത്ത് എന്ത് തരം പ്രിപ്പറേഷനാണ്? ഇപ്പം മഴയുടെ കാര്യത്തിലും വെള്ളപ്പൊക്കത്തിന്റെ കാര്യത്തിലും പറഞ്ഞു. ഇത് തന്നെ മറ്റ് ഹസാർഡ്സിലും വരുമ്പോൾ അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സിൽ വരുമ്പോഴും ഇതേ അലേർട്ട് വരാമല്ലോ? വരും. അത് വരും. ഇപ്പൊ പക്ഷെ അതിന് കളർ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഡാം ആണെങ്കിൽ അവിടെ ഈ കളർ കോഡ്സ് അല്ല അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അവിടെ ബ്ലൂവും അങ്ങനെയൊക്കെയുള്ള കളർ കോഡ്സ്, റെഡും ഉണ്ട്. അപ്പൊ അതില് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. വെള്ളം വിടുന്ന സമയത്ത്, ഡാമിന് വെള്ളം വിടുന്ന സമയത്ത് ഒരു കളർ, അങ്ങനെയാണ് അതിന് ഡിഫറൻസ്. അതിന് നമുക്ക് പൊതുവിൽ ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു ഇത് ഈ മഴയുടെ ആണ്. കാരണം കേരളത്തിൽ അതാണ് കൂടുതൽ അഫക്റ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോ IMDയുടെ ഇത് പ്രത്യേകം ഫോളോ ചെയ്യാം. പിന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇത് പല മാധ്യമങ്ങളിലൂടെയൊക്കെ, TV, പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിയിക്കും. മുമ്പൊന്നും ആളുകൾക്ക് അത്ര അറിയില്ലായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും റെഡ്, ഓറഞ്ച് എന്നൊക്കെ അറിയാം. അപ്പൊ റെഡിന് എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി അവരുടെ SOPയിൽ പറയുന്നുണ്ട്. അതായത് പ്രധാനമായിട്ടും ന്യൂസ് ശ്രദ്ധിക്കുക, അപ്പാപ്പുള്ള അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ദുരന്തങ്ങൾ കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞു സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇപ്പം ഇന്റർ ഏജൻസി ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഇന്റർ ഏജൻസി ഗ്രൂപ്പിലുള്ളവർക്ക് പ്രത്യേകതരം എന്തെങ്കിലും ട്രെയിനിങ്ങുകളോ അങ്ങനെ എന്തെങ്കിലും നിലവിൽ കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ട്രെയിനിങ്സ് യഥാസമയം കൊടുക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു മഴക്കാല മുന്നൊരുക്ക സമയത്ത് പ്രത്യേകമായിട്ടുള്ള പരിശീലനങ്ങൾ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഈ ഇന്റർ ഏജൻസി ഗ്രൂപ്പ്സിനാണെങ്കിലും, അതുപോലെ വോളണ്ടിയേഴ്സ് ഉണ്ട്. നമുക്ക് വലിയൊരു വോളണ്ടിയർ സംവിധാനവും ഉണ്ട് കേരളത്തിൽ. അപ്പൊ അവർക്കൊക്കെ നല്ല പരിശീലനം തന്നെയാണ് കൊടുക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ആപ്ത മിത്ര എന്ന് പറയുന്ന ഒരു വോളണ്ടിയർ സംവിധാനമാണ്. അത് NDMAയുടെയും കൂടിയുള്ള ഒരു പ്രൊജക്റ്റാണ്, ജോയിന്റ് പ്രോജക്റ്റാണ്. അതില് 12 ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ് ആണ് ഉള്ളത്. സോ ഇറ്റ്സ് എൻ എക്സ്റ്റെൻസീവ് ട്രെയിനിങ്. വെറുതെ ഒരു ദിവസം വിളിച്ച് എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചു പോവല്ല. 12 ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ്. അപ്പൊ നമുക്ക് 4500ഓളം ആപ്തമിത്ര വോളണ്ടിയേഴ്സ് കേരളത്തിലുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 1 ലക്ഷത്തോളം വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ സിവിൽ ഡിഫൻസ് ഉണ്ട്, ഫയർ ഡിപ്പാർട്ട്മെന്റ് കീഴിലെ സിവിൽ ഡിഫൻസ്, അവരും നല്ല ട്രെയിൻഡ് ആയിട്ടുള്ളവരാണ്. അതുകൂടാതെ പിന്നെ NSS, NCC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, അങ്ങനെ കുറെ മറ്റ് മേഖലകളെയും കൂടി ചേർത്താല് അങ്ങനെ. ഞാൻ ആദ്യം പറഞ്ഞ 2 മേഖലകൾ ദുരന്തങ്ങൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അവര് വെൽ ട്രെയിൻഡ്, ഇതില് സ്കിൽഡ് ആണ് അവര്. അപ്പോ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മള് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോ നമുക്ക് പരിശീലനങ്ങൾ വളരെ അനിവാര്യമാണ്. ഇറ്റ്സ് വെരി ക്രിട്ടിക്കൽ. കാരണം എന്ന് പറഞ്ഞാല് ഇതില് ഒരു ദുരന്ത സമയത്ത് നമ്മൾ എല്ലാവരും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അടുത്ത് ഇപ്പം പല ദുരന്തങ്ങളിലും ഈവൻ അത് പത്രമാധ്യമങ്ങളിൽ പോലും ഒരു വിവാദ പ്രസ്താവന പോലൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ആളുകളെ അതായത് അതോറിറ്റീസ് അടുപ്പിക്കുന്നില്ല, അവരുടെ അവര് ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്, പക്ഷെ അവരെ അടുപ്പിക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല ആരാണ് അവിടെ വർക്ക് ചെയ്യേണ്ടതെന്ന്, വർക്ക് ചെയ്യാതിരിക്കേണ്ടതെന്നും. സോ ഈ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ആര് പോകരുത് എന്നുള്ളത്. അപ്പോൾ അതില് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, എൻ്റെ ഈ അടുത്ത് ഞാൻ ഡൽഹിയിലൊരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ കണ്ട ഒരു വീൽ ചെയർ യൂസർ, ഒരു ലേഡി വിത്ത് ഡിസബിലിറ്റി. അപ്പം ഞാൻ അവരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് 2001 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2001 ഭുജ് എർത്ത് ക്വേക്ക് ഉണ്ടായി, ഗുജറാത്തിലുണ്ടായി. അപ്പൊ അവര് അന്ന് സ്കൂളിലായിരുന്നു. അന്നൊരു 26 ജാനുവരി ആയിരുന്നു, ഒരു അവധി ദിവസമായിരുന്നെങ്കിലും
അവർക്ക് ഈ മാർച്ച് ഫാസ്റ്റും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, എക്സസൈസ്, റിപ്പബ്ലിക് ഡേ മാർച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരങ്ങനെ പോയതാണ്. അപ്പൊ ആ സമയത്താണ് ഇത് ഭൂമികുലുക്കം ഉണ്ടാവുന്നത്. അവരിതുവരെയും അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടോ ഒന്നുമില്ല. അവർ പെട്ടെന്ന് വിചാരിച്ചത് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്നാണ് വിചാരിച്ചത്. കാരണം 26-ാം തീയതിയാണ്, അങ്ങനെ വല്ലതാണെന്നാണ് വിചാരിച്ചത്, വലിയ സൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ അവർക്കൊരു ഇതില്ലായിരുന്നു, അങ്ങനെ ഒരു മെമ്മറിയേ ഇല്ല എർത്ത്ക്വേക്കിന്റെ. അപ്പോൾ അങ്ങനെ വീണ് ഇവരുടെ മേലിലെല്ലാം വീണു ഒക്കെ ഇത് ചെയ്തു. അങ്ങനെ അവര് ഇതിന്റെ ഡെബ്രിയുടെ അടിയിൽ പെട്ടു. അപ്പോൾ കുറെ വോളണ്ടിയേഴ്സ് വന്ന് അവരെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി, എവിടെയോ കൊണ്ടുപോയി ഹോസ്പിറ്റലാക്കി. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ എടുത്ത വോളണ്ടിയേഴ്സ് അവർ തീർച്ചയായിട്ടും ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേണിൽ ചെയ്ത് എടുത്ത് കൊണ്ടുപോയതാണെങ്കിലും എടുത്തു കൊണ്ടുപോയ രീതി ശരിയായില്ല. അവർക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിരുന്നു. അപ്പൊ സ്പൈനൽ കോഡിന് എടുത്ത് ചുരുട്ടിക്കൂട്ടി കൊണ്ടുപോയാൽ ജീവിതം നഷ്ടപ്പെടില്ല, പക്ഷെ മരണം വരെയും പുള്ളിക്കാരി ഇപ്പോൾ ഒരു വീൽചെയർ യൂസർ ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞതിന്റെ കാരണം ആ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാല്, നമുക്ക് ശരിയായിട്ടുള്ള പരിശീലനം സിദ്ധിക്കാതെ നമ്മൾ എടുത്തു ചാടി ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോ നമ്മൾ പറയും ഡു നോ ഹാം പ്രിൻസിപ്പൾ ഉണ്ട് ഇതിനകത്ത്. ഡു നോ ഹാം, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവര് ദ്രോഹിക്കരുത് എന്നുള്ള രീതി. അപ്പോൾ ഇതിന് ഈ രീതിയിലുള്ള എല്ലാ രക്ഷാപ്രവർത്തനത്തിനും അതിൻ്റെതായിട്ടുള്ള സ്കിൽസ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം, ഇത് നിരുത്സാഹപ്പെടുത്തുകയല്ല, പക്ഷെ പരിശീലനങ്ങൾ സിദ്ധിച്ചെടുക്കുക എന്നുള്ളതാണ്. പരിശീലനം സിദ്ധിച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വോളണ്ടിയേഴ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. ഇപ്പൊ CPR കൊടുക്കാൻ അറിയാതെ നമ്മൾ എവിടെന്നെങ്കിലും സിനിമയിൽ എവിടെയെങ്കിലും കണ്ട് കൊടുക്കാൻ നിന്നാല് പറ്റില്ല. അതുപോലെ മുങ്ങി താഴ്ന്ന ഒരു വ്യക്തിയെ നമ്മൾ കരക്കെത്തിച്ചിട്ട് വയറ്റിൽ ഞെക്കി പിടിച്ചാല് അത് നമ്മള് സിനിമയിൽ കാണുന്നതാണ്, അതല്ല അതിന്റെ ശരിയായ രീതി. സോ എല്ലാത്തിനും ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്, ചെയ്യേണ്ടതും ചെയ്യരുതാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മിന്നലടിച്ച ഒരു വ്യക്തിക്ക്, പാമ്പ് കടിച്ച ഒരു വ്യക്തിക്ക്, ബ്ലീഡിങ് വരുന്ന ഒരു വ്യക്തിക്ക്, പട്ടി കടിച്ച ഒരു വ്യക്തിക്ക്, ഇതെല്ലാം നമ്മൾ വി ഷുഡ് ലേൺ. അതൊരു ദുരന്ത സമയത്തല്ല ലേൺ ചെയ്യേണ്ടത്, അല്ലാതെ തന്നെ നമ്മളത് മുൻകൂട്ടി അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതായത് എന്ത് ചെയ്യണം എന്ന് അറിയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്ത് ചെയ്യരുതെന്ന് അറിയുന്നത്.